മറ്റൊരു വാർത്ത നമ്മൾ നേരെ തമിഴ്നാട് നേരെ ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കാരണം ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നു. കേരളം കൂടെ ബാധകമാണ്. നേരത്തെ ബീഹാറിലെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെയും കൂടെ പ്രശ്നം. അതെ, ബീഹാറിൽ വെച്ചാൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അവിടുത്തെ വോട്ടർ പട്ടികയ്ക്ക്. കാരണം വലിയ തോതിൽ ആളുകളെ വെട്ടിനിരത്തി എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഉന്നയിക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങളെയും ദളിതരുടെയൊക്കെയും വലിയ വോട്ടുകൾ പ്രത്യേകമായി വെട്ടിമാറ്റി എന്നുള്ള കടുത്ത ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്തിമ വോട്ടർ പട്ടികയിലാണ് അതിന്റെ യഥാർത്ഥ കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതെ, അപ്പോൾ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം പേരെയാണ് കമ്മീഷൻ വെട്ടിമാറ്റിയത്. അപ്പോൾ ഈ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളടക്കം എല്ലാവരും നോക്കി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടെ പോകാം. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. കേരളത്തിൽ അത് നടപ്പിലാക്കാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഓഫീസറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കാനുള്ള സാധ്യതയുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പറയാൻ പറ്റില്ല. കാരണം അത് നടപ്പിലാക്കുക എന്നുള്ള കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. ഒരു പക്ഷേ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബീഹാറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളും വളരെ കൗതുകത്തോടെ നോക്കുന്നു. കാരണം ഇവിടെയും ഒരുപക്ഷെ അതിന്റെ അതേ പതിപ്പ് തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇനി അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ, ഈ പുറത്തുപോയ ആളുകളൊക്കെ അവരെ അകത്ത് കയറിയിട്ടുണ്ടോ, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ഇതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും SIR നടപ്പാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വാർത്തകളിലേക്ക് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ. ബീഹാറിൽ ഈ വോട്ടർ പട്ടികയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ വലിയ യാത്രകളൊക്കെ നടത്തുകയും അങ്ങനെ ബീഹാറികളെ പ്രത്യേകമായി ഈ വിഷയത്തിൽ ഉണർത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടർ പട്ടിക പതിവിൽ കവിഞ്ഞ പ്രാധാന്യം ലഭിക്കുന്നു. ആളുകൾ തങ്ങളുടെ വോട്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വോട്ടർ പട്ടികയിലേക്ക് നോക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. സുമോദ് ഉണ്ട്, ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനം ആകാംക്ഷയോടെ നോക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ നേരത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ 65 ലക്ഷത്തിലധികം ആളുകൾ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു നിസാര കണക്കല്ല. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ ഇവരൊക്കെ വോട്ടർ പട്ടികയിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടോ, വലിയ പ്രശ്നങ്ങളില്ലാതെ പരാതികളില്ലാത്തൊരു വോട്ടർ പട്ടികയാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലെ പരിതസ്ഥിതിയിൽ നമ്മൾ കൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കണം സുമോദ്? ജിൽസി, നമ്മൾ ഈ കോടതി വ്യവഹാരങ്ങൾ കണ്ടതാണ്. ഈ SIR നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഈ കോടതി നടപടികളിൽ, കോടതി ഹർജികളിൽ 22 ലക്ഷം പേരെയാണ് മരിച്ചവർ എന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയിരുന്നത്. അതായത് ഈ 65 ലക്ഷം പേരെ കഴിഞ്ഞ കരട് പട്ടികയിൽ ഒഴിവാക്കിയതിൽ 22 ലക്ഷം പേര് മാത്രമാണ് അവർ മരിച്ചവർ എന്ന് പറഞ്ഞിരുന്നത്. അതേസമയം കേസ് നേരിട്ട് വാദിച്ച യോഗേന്ദ്ര യാദവ് അദ്ദേഹം 2 പേരെ അവിടെ ഹാജരാക്കിയിരുന്നു. ഈ 2 പേർ ഇവരുടെ പ്രതിനിധികൾ മാത്രമാണ്. ഈ 2 പേരും മരിച്ചവർ എന്ന രീതിയിൽ മാറ്റിയിരുന്നതാണ്, വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിരുന്നവരാണ്. മാത്രമല്ല 2 ബൂത്തുകളിലെ കാര്യം മാത്രം പറയുകയാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ 90% ആളുകളെയും വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 35 ലക്ഷം പേരെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് ഇവർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടാണ്. 7 ലക്ഷം പേരെ മാറ്റിയത് പല സ്ഥലത്തും ഇരട്ടിപ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. മാത്രമല്ല ഈ വോട്ടവകാശം തിരികെ കിട്ടണമെങ്കിൽ അവർക്ക് ഹാജരാക്കേണ്ട രേഖകളിൽ പലതും അവിടുത്തെ സാധാരണക്കാർക്ക് സംഘടിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള രേഖകളാണ്. മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തിയപ്പോൾ സുപ്രീം കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടിയത് ഈ 11 രേഖകളോടൊപ്പം തന്നെ ഏവർക്കും എളുപ്പത്തിൽ ലഭിക്കാവുന്ന, എളുപ്പത്തിൽ കൈവശമുള്ള ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യം അവരുടെ ഒരു തിരിച്ചറിയൽ കാർഡായിട്ട് ആധാർ കാർഡ് ഉപയോഗിക്കുന്നതോടുകൂടി പല ആളുകളും, പുറത്താക്കപ്പെട്ട പല ആളുകളും വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു അന്തിമമായിട്ടുള്ള ഈ വിശ്വാസം ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നേ കഴിയാവൂ. മാത്രമല്ല ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ ഒക്ടോബർ ആദ്യ വാരം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ബീഹാർ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം നവംബർ 22 വരെ മുമ്പായിട്ട് സർക്കാർ അവിടെ അധികാരത്തിലേക്കണം. അതുകൊണ്ട് തന്നെ ഈ അന്തിമ വോട്ടർ പട്ടിക വളരെ ആവേശത്തോടുകൂടി കൗതുകത്തോടുകൂടിയും ആണ് പല പാർട്ടികളും അവിടെ നോക്കി നിൽക്കുന്നത്. അതേസമയം തന്നെ പലർക്കും നെഞ്ചിടിപ്പുകൊണ്ട് ഇത് ആരൊക്കെയാണ് ഇവിടെ പുറത്തായിരിക്കുന്നത്. നേരത്തെ കരട് വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗപ്പെട്ടവർ തുടങ്ങിയവർ ഒഴിവാക്കി
ഒഴിവാക്കപ്പെടുന്നോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ടുണ്ട്.